ഈ ചോദ്യം 12ാമത്തെ പേജിലെ 2ാമത്തെ ചോദ്യമാണ്, അഥവാ ഈ പാഠത്തിലെ ഏറ്റവും അവസാനത്തെ ചോദ്യമാണ്. താഴെ തന്നിരിക്കുന്ന ഓരോ സമാന്തര ശ്രേണിയുടെയും ആദ്യത്തെ 10 പദങ്ങളുടെ തുക കണ്ടെത്തുക. ആദ്യത്തെ 10 പദങ്ങളുടെ തുക എന്ന് പറയുമ്പം എല്ലാത്തിലും നമുക്ക് പദങ്ങളുടെ എണ്ണം 10 ആണെന്നത് ക്ലിയറാണ്. അപ്പോൾ ആ ഭാഗം എളുപ്പമാണ്, എണ്ണം കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഇവിടെ 10 പദങ്ങളായതുകൊണ്ട് മധ്യപദം കണ്ടുപിടിക്കാൻ, 10 എന്ന് പറയുന്നത് പദങ്ങളുടെ എണ്ണം ഇരട്ട സംഖ്യയാണ്. അപ്പോൾ പദങ്ങളുടെ എണ്ണം ഇരട്ട സംഖ്യ ആയിക്കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ പകുതി കണ്ട് അതും അതിൻ്റെ തൊട്ടടുത്ത പദവും, പകുതി എന്ന് പറയുന്ന സ്ഥാനമാണ്. 10ൻ്റെ പകുതി എത്രയാണ്? 5. അപ്പോൾ എക്സ് 5 കാണണം, എക്സ് 6 കാണണം. എന്നിട്ട് ഇത് രണ്ടും, അതായത് എക്സ് 5 എന്ന് പറഞ്ഞാൽ 5ാം പദം എന്നേ അർത്ഥമുള്ളൂ, എക്സ് 6 എന്ന് പറഞ്ഞാൽ അത് 6ാം പദം. അപ്പോൾ ഈ 2 പദങ്ങൾ കണ്ടിട്ട് അതിൻ്റെ ആവറേജ് അഥവാ കൂട്ടിയിട്ട് പകുതി കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം നമുക്ക് പൊതുവ്യത്യാസത്തിലേക്ക് തന്നെ, പൊതുവ്യത്യാസം ഇല്ലാണ്ട് ഇതിലുള്ള ഒരു കണക്ക് ചെയ്യാൻ പറ്റില്ല കേട്ടോ. 11 മൈനസ് 22 22 മൈനസ് 11 ഈക്വൽസ് 11. ഓക്കെ, പൊതുവ്യത്യാസം കിട്ടി. ഇനി എന്നാം പദം കാണുമ്പോൾ 1 ഇൻറ്റു ഈ 11, ഒരു 11 അല്ലേ, 11 തന്നെയാണ്. ഒന്നും കൂട്ടിയോ കുറയ്ക്കോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. 1 ഇൻറ്റു 11 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴേക്കും നമ്മൾ ഇതിലേക്ക് എത്തി, 1ാം പദത്തിലേക്ക് എത്തി. എന്തെങ്കിലും കൂട്ടുകയോ കുറയ്ക്കോ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ആവശ്യമില്ല. അതുകൊണ്ട് നമുക്ക് ഇവിടെ വെച്ചങ്ങ് നിർത്താം. 1 ഇൻറ്റു 11 11. 2 ഇൻറ്റു 11 ചെയ്ത് നോക്കാം, 22 കറക്റ്റാണല്ലോ. 3 ഇൻറ്റു 11 33, അതും കറക്റ്റാണ്. എങ്കിൽ n ഇൻറ്റു 11 ആയിരിക്കും എത്രാം പദം? n-ാം പദം. n ഇൻറ്റു 11. n-ൻ്റെ സ്ഥാനത്ത് 5 കൊടുത്തു കഴിഞ്ഞാൽ 5 ഇൻറ്റു 11 എത്ര? 55. 6 ഇൻറ്റു 11 6ാം പദം 66. ഇത് രണ്ടും കൂട്ടിയിട്ട് പകുതി കാണണം. 55 66 കൂട്ടിക്കഴിഞ്ഞാൽ എത്ര? 5 6 11, 1 ബാക്കി. 5 6 11 12. 121/2 വരിക. 121/2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 12. 60.5 വരും. 60. അത് നിങ്ങൾ ഹരിച്ച് നോക്കുക. ഓക്കെ, അപ്പോൾ ഈ 60.5 മധ്യപദം. എണ്ണമോ? എണ്ണം 10 ആണല്ലോ, നേരത്തെ 10 പദങ്ങൾ എന്ന് പറഞ്ഞിട്ടില്ലേ. അപ്പോൾ തുക സമം എണ്ണം, പദങ്ങളുടെ എണ്ണം തന്നെ എഴുതണേ, എണ്ണം ഇൻറ്റു മധ്യപദം. സൂത്രവാക്യം എഴുതി. എണ്ണം എത്രയാണ്? 10 ആണ്, ഇൻറ്റു 60.5 10 കൊണ്ട് ഒരു പോയിൻ്റുള്ള സംഖ്യനെ ഗുണിക്കാൻ എളുപ്പമാണ്. ആ പോയിൻറ്റിനെ ഇവിടെ 10ൽ ഒരു 0 ആയതുകൊണ്ട് ഈ പോയിൻറ്റിനെ ഒരു സ്ഥാനം മാറ്റി ഇങ്ങോട്ട് എഴുതിയാൽ മതി. അപ്പോൾ എത്ര വരും? 605. ഇതാണ് 1ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം. 2ാമത്തേലും ഇതേ രൂപത്തിൽ നമ്മൾ മുന്നോട്ട് പോവാം. 5ാം പദവും കണ്ടുപിടിക്കണം, 6ാം പദം കണ്ടുപിടിക്കണം. കാരണം എന്താ? 10 പദങ്ങൾ തന്നെയാണ് ഇതിലെത്തും അല്ലേ. ഓരോന്നിലും 10 പദങ്ങളുടെ തുക കണ്ടെത്താനല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഡി ഈക്വൽസ്, ആദ്യം ഡി കണ്ടുപിടിക്കുന്നു. 6 മൈനസ് 1 5. ഇനി നമ്മൾ ചെയ്യുന്നത് ഇതാണ്, 1 ഇൻറ്റു 5 പൊതുവ്യത്യാസം. 1 5 5ഉം 1ലേക്ക് എത്തണമെങ്കിൽ 4 മൈനസ് ചെയ്യണം അല്ലേ. 1 5 5, 5ൽ നിന്ന് 4 മൈനസ് ചെയ്താലാണ് 1ലേക്ക് എത്തുക. അപ്പോൾ ഇനി നമുക്ക് ഡയറക്റ്റ് വേണമെങ്കിൽ 5ാം പദം 6ാം പദം ഇവിടെ തന്നെ കാണാം. 1ന് പകരം 5 കൊടുത്തു കഴിഞ്ഞാൽ 5 ഇൻറ്റു 5 മൈനസ് 4 എത്ര വരും? 5 5 25. x5 ആണ് ഇപ്പോൾ കാണുന്നത്, x5. 5 ഇൻറ്റു 5 25 മൈനസ് 4 21. x6 കാണണം. 6 ഇൻറ്റു 5 മൈനസ് 4 6 5 34 വർഷം കഴിഞ്ഞാൽ 26. ഇനി ഇത് രണ്ടും കൂട്ടിയിട്ട് പകുതി കാണണം മധ്യപദത്തിന്. മധ്യപദം 26 പ്ലസ് 21/2 കൂട്ടിക്കഴിഞ്ഞാൽ എത്ര ഉണ്ടാവും? 1 6 7 2 2 4 47/2. അത് 23.5 ഉണ്ടാവുക. ഇനി തുക സമം എണ്ണം ഇൻറ്റു മധ്യപദം ഈക്വൽസ്. എണ്ണം എത്രയാണ്? 10 ഇതിലും 10 തന്നെയല്ലേ. 23.5. നേരത്തെ പറഞ്ഞതുപോലെ 10 കൊണ്ടുള്ള ഗുണമായതുകൊണ്ട് ഈ പോയിൻ്റ് ഒരു സ്ഥാനം ഒഴിവാക്കിയിട്ട് 235 എന്ന് എഴുതാം. അടുത്ത ചോദ്യം 9 4 14 19 അവിടെയും ഡി കണ്ടുപിടിക്കുന്നു. ഡി ഈക്വൽസ് പൊതുവ്യത്യാസമാണ് ഡി. 9 മൈനസ് 4 ഈക്വൽസ് 5. x1 1ാം പദം 1 ഇൻറ്റു ഈ പൊതുവ്യത്യാസം എഴുതി 5. ഇനി 1 5 5, 5ൽ നിന്ന് 4ലേക്ക് എത്തണമെങ്കിൽ 1 മൈനസ് ചെയ്യണം. അങ്ങനെയാണ് 4 കിട്ടുന്നത്. ഇനി നമുക്ക് കാണേണ്ടത് x5ഉം x6ഉം ആണ്. x5 ഈക്വൽസ് 5 ഇൻറ്റു 5 മൈനസ് 1. 5 5 25 1 വർഷം കഴിഞ്ഞാൽ 24.
എക്സ് 6 കിട്ടണമെങ്കിൽ ഇവിടെ 5-ന് പകരം 6 വരണം. 6 × 5 - 1. ഈ 5 - 1 × 5 - 1 എല്ലാത്തിനും കോമൺ ആണ്. 6 × 31 കുറച്ച് കഴിഞ്ഞാൽ 29. ഇനി ഇതിൻ്റെ മധ്യപദം കണ്ടുപിടിക്കണം. മധ്യപദം ഈക്വൽസ് 24 + 29/2. 24 29 കൂട്ടി കഴിഞ്ഞാൽ എത്രയാണ്? 53/2. 26.5 എന്ന് കിട്ടും. ആ 26.5ഉം 10ഉം ഗുണിച്ച് കഴിഞ്ഞാൽ നമുക്ക് തുക കിട്ടും. 265 എന്ന് കിട്ടും.